കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതീക്ഷിച്ചതായിരുന്നു. എന്നാൽ പോലും ഇറാൻ ഇത്ര വേഗം ഒരു തിരിച്ചടി നടത്തുമെന്ന് ആരും തന്നെ കരുതിയതായിരുന്നില്ല. കുറച്ചുകൂടി സമയമെടുത്ത് തന്ത്രപരമായി കുറച്ച് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ചെറുതല്ലാത്തതെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാന്നുള്ളൊരു കരുതലെങ്കിലും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് ഭയങ്കര നാണക്കേടായിപ്പോയില്ലേ? ആർക്ക്? ഇറാനാണോ നാണക്കേടോ ഇസ്രായേലിനോ? ഇറാനും ഭയങ്കര നാണക്കേടായിപ്പോയില്ലേ? അത് ആകാശത്ത് വെച്ച് തന്നെ 181 മിസൈലുകളും തകർത്തു ഇസ്രായേൽ. അതെ. ഇപ്പോൾ ഇറാൻ അയച്ച ഒരു മിസൈൽ ഇസ്രായേലിന്റെ മൊസാദ് ആസ്ഥാനത്തിന് സമീപത്ത് ഗ്രൗണ്ടിൽ വീണ് അവിടെ ഒരു കുഴിയുണ്ടായി. ഇതാണിപ്പോൾ വലിയ ആഘോഷമാക്കിയിരിക്കുന്നത് ഇറാനിൽ. ഒരു കുഴി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുഴി ഉണ്ടാക്കാൻ പറ്റിയെന്നത് മാത്രമേ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നുള്ളൂ. ഇറാൻ ഇത് ഇരന്നു വാങ്ങുന്ന ഒരു നാണക്കേട് തന്നെയാണ്. ഇറാന്റെ ഉള്ളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ കത്തിയാളുന്നുണ്ട്. ഒരുപക്ഷെ ആയത്തുള്ള ഖമേനിയുടെ ആ സ്ഥാനം പോലും ചലിക്കും എന്നുള്ള ഒരു തലത്തിലെത്തിയപ്പോഴാണ് വളരെ പാടുപെട്ട് ഇത്തരമൊരു ആക്രമണം ഇറാൻ സംഘടിപ്പിച്ചത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇറാൻ പറയുന്നു, ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്, ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചടിക്കുകയുള്ളൂ, ഇവിടെ വെച്ച് നമുക്ക് വെടിനിർത്താം എന്ന് അങ്ങോട്ട് കയറി ഒരു 150 മിസൈലുകൾ അയച്ചിട്ട് പറയേണ്ട ഗതികേടിലായി പോയിരിക്കുന്നു ഇറാൻ. അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, പേരിന് വേണ്ടി തേങ്ങ ഉടയ്ക്കുന്ന പറയുന്ന പോലെ ചുമ്മാ ഒന്ന് എറിഞ്ഞുടച്ചു, അതെവിടേക്കോ പൊട്ടി, അതിനുശേഷം വെടിനിർത്തലിലേക്ക് പോകുന്നു, ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നു. പക്ഷെ ഇത് പണി ഇരുന്ന് വാങ്ങാനുള്ള ഒരു അസാധാരണ ചാൻസ് ഇറാന് കിട്ടിയിരിക്കുന്നു. ഇസ്രായേൽ അത് സമർത്ഥമായി ഉപയോഗിക്കും. അതെ, വലിയ ചരിത്രമുണ്ട് ഇസ്രായേൽ ഇറാൻ ബന്ധത്തിന്. ഒരു കാലത്ത് 1979 വരെ സുഹൃത്തുക്കളായിരുന്നല്ലോ, വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഷാ ഭരണകാലത്ത് ഇസ്രായേലിൽ നിന്നായിരുന്നു എല്ലാ ആയുധങ്ങളും ഇറാൻ വാങ്ങിയിരുന്നത്. അവസാന ഭരണകൂടം നയിച്ചിരുന്ന ഷാ വംശത്തിലെ ഫഹ്ലവിയുടെ കാലത്ത് പോലും വളരെ ശക്തമായ ബന്ധം. ഒരു കാലത്ത് ഇറാഖി യുദ്ധത്തിനൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു ഇസ്രായേൽ. 1979 നടന്ന ഇറാനിയൻ വിപ്ലവം, അന്നാണ് റൂഹല്ല ഖുമേനിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു ഇറാനിയൻ വിപ്ലവം ഷിയ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പിന്നീട് പഹ്ലവി അന്ന് നാടുകടത്തി വളരെ ക്രൂരമായി ഷാ കുടുംബത്തെ അവർ വേട്ടയാടി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഖമേനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, അവരുടെ ഒരു ഷിയ സാമ്രാജ്യം മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന്. അതാണ് ഇറാന്റെ പിന്നീടുള്ള നാശത്തിന്റെ ഏറ്റവും വലിയ കാരണം. പക്ഷെ ഇവിടെ ചരിത്രപരമായ ചില മണ്ടത്തരങ്ങൾ അമേരിക്കയും ഇസ്രായേലും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഈ രൂപത്തിൽ ഇപ്പോഴെങ്കിലും തുടരുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുൻപേ ആയത്തുള്ള ഖമേനിയുടെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ അവിടെ വെച്ച് അവസാനിച്ചു പോയേനെ. കാരണം ഷിയ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ വിപ്ലവത്തിനെതിരെ ഏറ്റവും ശക്തമായ യുദ്ധമുറകളുമായി കടന്നു വന്ന സദാം ഹുസൈൻ ആയിരുന്നു. സദാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു. കാരണം സദാമിന്റെ ഭരണത്തിലേക്ക് അവർ അന്ന് നൂഴ്ന്നു കയറാൻ ശ്രമിച്ചു. 1979 സദാം ഹുസൈൻ ഇറാഖിലെ പ്രസിഡന്റായി വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇറാനിയൻ വിപ്ലവം നടക്കുന്നു. റൂഹല്ല ഖമേനിയുടെ നേതൃത്വത്തിൽ ഇവിടെ പുതിയ ഒരു ഭരണകൂടം നിലവിൽ വരുന്നു. സ്വയം പരമോന്നത നേതാവായി അദ്ദേഹം അവരോധിതനാകുന്നു. അതിനുശേഷം ഇറാഖിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവിടെ ഷിയ വിഭാഗത്തെ കുത്തിയിളക്കി. ഇറാഖ് വിപ്ലവത്തിനുള്ള സമയമായി എന്നാണെന്ന് റൂഹല്ല ഖമേനി പ്രസംഗിച്ചത്. തുടർന്ന് അവിടുത്തെ ഷിയകൾ മുമ്പൊന്നുമില്ലാത്ത വിധം സദാം ഭരണകൂടത്തിനെതിരെ, ബാത്ത് സർക്കാരിനെതിരെ രൂക്ഷമായ വിപ്ലവം ആരംഭിച്ചു. അത് വളരെ രക്തപങ്കിലമായിട്ട് അടിച്ചമർത്തുകയായിരുന്നു സദാം ഹുസൈൻ. കാരണം സദാം ഹുസൈന്റെ മുന്നിൽ അത് മാത്രമേ മാർഗം ഉണ്ടായിരുന്നു. സദാം എന്ന് വളരെ ക്രൂരമായി അൽസാദർ കുടുംബത്തെ അടക്കം വേട്ടയാടി അവരൊക്കെ നിഷ്കരണം വധിച്ച് 10,000-കണക്കിന് ഷിയകളെ കൊന്നൊടുക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം 1980 ആയപ്പോൾ ഇറാഖും ഇറാനും തമ്മിൽ നേർക്കുനേർ പോർ വിളിച്ചു നിൽക്കുന്നു. അവിടെ ഇറാഖിലുള്ള ഒരു അമേരിക്കൻ കേന്ദ്രത്തിന് നേർക്ക് അന്ന് ഇറാഖിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് അമേരിക്കയായിരുന്നു. സദാം ഹുസൈൻ അമേരിക്കയുടെ പെറ്റായി നിൽക്കുന്ന കാലഘട്ടം. പഴയ റൊണാൾഡ് റീഗന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇറാഖ് വളരെ പെറ്റായി നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് ഈ ഇറാനിയൻ വിപ്ലവ പോരാളികൾ അമേരിക്കൻ കേന്ദ്രത്തിൽ കയറി ആക്രമണം നടത്തി. അപ്പൊ കൂടുതൽ ശത്രുതയായി ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക്. ഇങ്ങനെ 1980 സദാം ഹുസൈൻ നേരെ ഇറാനിലേക്ക് അടിച്ചു കയറുകയാണ് സൈന്യവുമായിട്ട്. സമാനതകളില്ലാത്ത ആക്രമണം. അന്ന് ഇറാന്റെ ഒരു വശം പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു സദാം ഹുസൈൻ ഇറങ്ങിയത്. സദാം ഹുസൈന്റെ ധൈര്യം അന്ന് അമേരിക്ക ഒപ്പം നിൽക്കുമെന്നായിരുന്നു. അമേരിക്കയുടെ പരിപൂർണ്ണ പിന്തുണ. അമേരിക്കയാണ് ആയുധങ്ങൾ അത്രയും സദാമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സദാമിന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചത് ഇസ്രായേലാണ്. 79 ഖമേനി വരുന്നു. 80 ഖമേനി അന്നത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഷാരോണിനെ വിളിക്കുന്നു. അന്ന് അവർ തമ്മിലുള്ള ഒരു ചർച്ചയെ തുടർന്ന്
ഇറാനെ സഹായിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുക്കുന്നു. അന്ന് ഇസ്രായേലിന് ചെറിയൊരു അതിബുദ്ധി ഉണ്ടായിരുന്നു നിങ്ങളുടെ ആയുധങ്ങൾ വിൽക്കാൻ. എങ്കിൽ പോലും പഴയ ഇറാൻ ഇസ്രായേൽ ബന്ധം അവർ സ്വപ്നം കണ്ടു. ആ മേഖലയിൽ അജയ്യരായി നിൽക്കാം എന്നുള്ള ഒരു ധാരണ. അങ്ങനെ ഇസ്രായേൽ ഇറാനെ സഹായിക്കാൻ ചെല്ലുന്നു. അന്ന് ഇറാൻ ആയുധങ്ങളില്ല, കാരണം ഷാ ഭരണകൂടത്തിൽ നിന്ന് പുതിയ ഒരു ഭരണകൂടം രൂപപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. ആയുധങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. വളരെ നിസ്സംഗതയോടെ നിൽക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി രഹസ്യമാർഗത്തിൽ ഇസ്രായേലിന് വിൽക്കുന്നു. ഇസ്രായേലിനല്ല, ഇറാന് വിൽക്കുന്നു. ഇസ്രായേൽ അതിന്റെ മധ്യസ്ഥരായി ഇസ്രായേൽ നിൽക്കുന്നു. ഈ ആയുധങ്ങൾ അത്രയും ഇറാന് വിൽക്കുന്നു. ഇറാന് വിൽക്കുക മാത്രമല്ല, അന്ന് ഇറാനോടൊപ്പം ചേർന്ന് യുദ്ധത്തിൽ രഹസ്യമായി ഇസ്രായേലും പങ്കെടുക്കുന്നു. അന്ന് ഇറാഖിന്റെ ആണവ കേന്ദ്രം ആക്രമിച്ചത് ഇസ്രായേലിന്റെ മൊസാദാണ്. അന്ന് മൊസാദിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സദാം ഹുസൈനെതിരെയുള്ള ആക്രമണത്തിൽ ഇറാനെ സഹായിച്ച് ഇറാനെ വിജയിപ്പിക്കുക, അതിനുശേഷം ഇറാന്റെ പരിപൂർണ്ണ പിന്തുണ തങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നു അന്ന് ഇസ്രായേൽ കണക്കുണ്ടായിരുന്നത്. അന്ന് അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് സദാം ഹുസൈനൊപ്പം ചേർന്നിരുന്നെങ്കിൽ ഇറാനിലെ ഈ ഭരണകൂടം പോലും നിലവിലുണ്ടാവില്ലായിരുന്നു. കാരണം സദാമിന്റെ സ്വപ്നം അവിടെ ഷിയ ഭരണകൂടത്തെ, ആയത്തുള്ള ഖമേനിയെ ഭരണത്തിൽ നിന്ന് എന്നേക്കുമായി പുറന്തള്ളുക എന്ന് മാത്രമായിരുന്നു. അവിടെയാണ് ഇസ്രായേലിന് സംഭവിച്ച ചരിത്രപരമായ ഒരു തെറ്റ്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ. എന്നാൽ 1988 വരെ ഇറാൻ യുദ്ധം അങ്ങ് നീണ്ടു. 1988 യുദ്ധത്തിന് തൊട്ടു പിന്നാലെ അന്നത്തെ ആയത്തുള്ള ഖമേനിയുടെ ഒരു പ്രസംഗം ഇസ്രായേൽ ലോകത്തിലേക്ക് പടർന്നു കയറുന്ന, അറബ് രാജ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന ക്യാൻസറാണ്. ആ ക്യാൻസറിനെ എന്നേക്കുമായി നമുക്ക് ഇല്ലായ്മ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതായിരുന്നു ഖമേനിയുടെ പ്രസംഗവും ഖമേനിയുടെ ആഹ്വാനവും. അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു. അതിന് ചില പിന്നാമ്പുറ കഥകളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. തീർച്ചയായും. ഇപ്പോ സാറ് പരാമർശതാണ് ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാന്റെ കൂടെ നിന്നു എന്നുള്ളത്. പക്ഷെ അത് പയറ്റി വിജയിച്ച ഒരു തന്ത്രം കൂടിയായിരുന്നു. കാരണം 79 മുൻപ് വരെ ജോർദനുമായും അതുപോലെ ഈജിപ്തുമായും ഒക്കെ നിരന്തരം ഇസ്രായേൽ ഇങ്ങനെ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 79 ഈ പറയുന്ന 79 തന്നെയാണ് ഈജിപ്തുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ഈജിപ്തുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ കാര്യമായ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. ശേഷം ഒരു 94 മറ്റോ ആണ്, 96 ജോർദനുമായി കരാറിൽ ഏർപ്പെട്ടു. ഇങ്ങനെ കരാറിൽ ഏർപ്പെട്ടു. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ നമ്മൾ ഒരു പേർഷ്യൻ രാജ്യം തന്നെയാണ്. പേർഷ്യൻ എന്ന് പറയുമ്പോൾ ഇറാൻ എന്ന് തന്നെയാണ് മനസ്സിലാദ്യം വരുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ നമ്മുടെ മലയാളികളും അതുപോലെ ഇന്ത്യക്കാരും ഒക്കെ പേർഷ്യ എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഈ യു അടക്കമുള്ള മറ്റ് GCC രാജ്യങ്ങളുണ്ടെങ്കിലും ഇവരാരും ഇറാന് പിന്തുണ കൽപ്പിക്കുന്നില്ല. ഇവരെല്ലാം ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു തന്ത്രം തുടക്കം മുതൽ ഈ രീതിയിലേക്ക് പയറ്റി വന്നതുകൊണ്ട് തന്നെയല്ലേ ഇന്നും ഇസ്രായേല് ഇറാന് പിന്തുണ നൽകിയതിൽ മറ്റ് ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണത്തിന് അന്ന് ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ജോർദൻ, സിറിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സുന്നി ഭരണകൂടങ്ങളാണ് നിലനിന്നിരുന്നത്. അപ്പോഴൊക്കെ ആ രാജ്യങ്ങളിലേക്ക് ഒരു ഷിയ ശക്തി കടന്നു വരുമെന്ന് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഷിയ ശക്തിയുള്ള ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് ഇത്തരം ശത്രു രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുക ഒരുപക്ഷെ അവരുടെ കണക്കുകൂട്ടലുകളിൽ പെട്ടതാവാം. പക്ഷെ ഇറാൻ ചതിച്ചു അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ. അവരുടെ ആവശ്യത്തിന് ഇസ്രായേലിനെ ചേർത്ത് നിർത്തി അതിനുശേഷം വലിച്ചെറിഞ്ഞു. അമേരിക്ക ഒരുപക്ഷെ ഇറാഖിനൊപ്പം ചേർന്ന് നിൽക്കുകയും ഇസ്രായേലിലൂടെ ഇറാൻ ആയുധങ്ങൾ വിറ്റത് അവരുടെ വ്യാപാര കുബുദ്ധിയാവാം. പക്ഷെ ഇസ്രായേലിനെ ചതിക്കുക വഴി ഇറാനും ചെയ്തത് ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ്. ആ യുദ്ധത്തിന് ശേഷം ഇറാന്റെ സ്വപ്നങ്ങൾ, ആയത്തുള്ള ഖമേനിയുടെ സ്വപ്നങ്ങൾ വളരെ വലുതായി പോയി. മറ്റെല്ലാ രാജ്യങ്ങളിലും തങ്ങളുടെ ഷിയ ഭരണകൂടങ്ങളെ സ്ഥാപിച്ച് ഒരു സാമ്രാജ്യമാക്കി ഇതൊക്കെ ഇറാന് കീഴിലേക്ക് കൊണ്ടുവരികയായി അവരുടെ ലക്ഷ്യം. അതിന് തലപ്പത്ത് ഇറാൻ നിൽക്കുക രണ്ട് കാരണങ്ങൾ. ഒന്ന് മതപരമായ കാരണങ്ങൾ. ഷിയ ഭരണകൂടത്തിനോടൊപ്പം ആയത്തുള്ള ഖമേനി എന്ന ഒരു പരമാധികാരി മതപരമായും രാഷ്ട്രീയപരമായും അവരുടെ മുകളിൽ നിൽക്കുന്നു. അങ്ങനെ ഇറാൻ അതിശക്തമാകുന്നു. അമേരിക്കയെ പോലും അതുകൊണ്ടാണ് അവർ വെല്ലുവിളിച്ചത്. ചരിത്രപരമായ മണ്ടത്തരം അമേരിക്കയും ഇസ്രായേലും കാട്ടിക്കൂട്ടിയത് സദ്ദാം ഹുസൈനെതിരെയുള്ള ആക്രമണമാണ്. കാരണം 1988 തൊട്ടു പിന്നാലെ ഈ സദ്ദാം ഹുസൈന് ഏറ്റവും വലിയ കലിപ്പ് ഇസ്രായേലിനോടായി. കാരണം ഇസ്രായേൽ ഇറാനൊപ്പം ചേർന്നാണ് അന്ന് തകർത്ത് കളഞ്ഞത് സദ്ദാമിന്റെ സ്വപ്നങ്ങൾ അത്രയും. ഇന്ന് ഇറാൻ പിടിച്ചെടുത്തിരുന്നു എങ്കിൽ സദ്ദാമിനെ ആർക്കും തൊടാൻ പോലും കഴിയില്ലായിരുന്നു. 88 യുദ്ധാനന്തരം ഇറാഖ് പൂർണ്ണമായി ഒരു ദരിദ്ര രാജ്യമായി. സദ്ദാം ഹുസൈന്റെ പണമൊന്നുമില്ല. അന്ന് കുവൈറ്റ് ബാങ്കിൽ നിന്നാണ് വലിയ തോതിൽ കടമെടുപ്പ് നടത്തിയത് സദ്ദാം ഹുസൈൻ. ആ പണം തിരിച്ചടയ്ക്കാൻ അവർ വളരെ സമ്മർദ്ദം ചെലുത്തി. അന്ന് ആ പണം തിരിച്ചടയ്ക്കാതിരിക്കാനും ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും സദ്ദാം ഹുസൈൻ കണ്ട വഴി കുവൈറ്റ് അധിനിവേശമായിരുന്നു.
പക്ഷെ കുവൈറ്റ് അധിനിവേശത്തിന് മുൻപ് സദാം ഹുസൈൻ ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരുന്നു. അതിന് വളരെ മുൻപ് തന്നെ ജെറുസലേം ആക്രമിച്ച് കീഴടക്കി ഇസ്രയേലിനെ ഇല്ലാതാക്കും. അതെ. അറബ് രാജ്യങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ അസ്തിത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, വലിയ ശക്തിയോടെയാണെന്ന് സദാം ഹുസൈൻ ഇസ്രയേലിനെ വെല്ലുവിളിച്ചു. സയനിസ്റ്റുകളെ കൊന്നൊടുക്കുക അത് ഒരിക്കലും സദാം ഹുസൈന് മുൻപൊന്നും ഒരു ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. അത് ഇറാന് വേണ്ടി യുദ്ധം ചെയ്ത് സദാം ഹുസൈനെ തോൽപ്പിച്ചതിന്റെ ആ കലിപ്പ് തന്നെയായിരുന്നു. പക്ഷെ അതില് സദാമിനും ഒരു ചരിത്ര മണ്ടത്തരം പറ്റി. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന മൊസാദാണ്. അന്ന് മൊസാദ് സ്കെച്ച് ചെയ്തു സദാം ഹുസൈൻ എന്ന ഭരണാധികാരി ഇനി ഒരു പതിറ്റാണ്ട് പോലും തികച്ചുണ്ടാവില്ല എന്ന് മൊസാദ് ഒരു സ്കെച്ച് ഇട്ടു. ആ സ്കെച്ചിൽ അമേരിക്ക വീണു. പിന്നീട് ഇതേ സദാം ഹുസൈൻ തന്നെ ഇസ്രായേലിനെതിരെ രാസായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്യം കടമെടുത്താണ് ഇസ്രായേലിന് രാസായുധമുണ്ട് എന്ന് ലോകത്തെ, ഇറാഖിന് രാസായുധമുണ്ട് എന്ന് ലോകത്തെ ഇസ്രായേൽ ബോധ്യപ്പെടുത്തിയത്. അതിന് പിന്നിൽ ഇസ്രായേലിന്റെ ശക്തമായ ശ്രമങ്ങളുണ്ട്, മൊസാദിന്റെ വലിയ കളികളുണ്ട്. ഒടുവിൽ കുവൈറ്റ് അധിനിവേശത്തിന് പിന്നാലെ അമേരിക്കയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിപ്പിച്ചു. ഒടുവിൽ അമേരിക്കയെ സദാം ഹുസൈൻ വെല്ലുവിളിക്കുന്നു. അതൊരു വലിയ യുദ്ധത്തിലെത്തി. അമേരിക്ക ഇറാഖിൽ കടന്നു വരുന്നു. വലിയ അന്നത്തെ ഒരു ഇറാഖ് അമേരിക്കൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ സമാനതകളില്ലാത്ത, ഒടുവിൽ സദാം ഹുസൈനെ വധിക്കുന്നു. അപ്പോഴും ആ തൂക്കുമരത്തിലേക്ക് പോകുന്ന സദാം ഹുസൈന്റെ ചിത്രം ഇപ്പോഴും വളരെ വൈറലാണ് സമൂഹ മാധ്യമം. ഇത് ആണുങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞായിരുന്നു അന്ന് സദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് കയറിയത്. ആ ഒരു ഇച്ഛാശക്തി ഇറാനുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ സദാം ഹുസൈൻ അസ്തമിച്ചു. അമേരിക്ക ഇറാഖിൽ കുറച്ചു കാലം കൂടിയൊക്കെ തുടർന്നു. അമേരിക്കയുടെ പിന്മാറ്റം ഫലപ്രദമായി ഇറാൻ ഉപയോഗിച്ചു. അമേരിക്ക പിൻവാങ്ങിയപ്പോൾ ഈ ഇസ്ലാമിസ്റ്റ് ഭീകരരെ അങ്ങോട്ട് കയറ്റിവിട്ടു. ഇറാഖിലേക്ക് കയറ്റിവിട്ടു, സിറിയയിലേക്ക് കയറ്റിവിട്ടു, വലിയ തോതിൽ ലെബനിലേക്ക് കയറ്റിവിട്ടു. അവിടെയൊക്കെ ഷിയ താവളങ്ങൾ ശക്തമാക്കി. ഷിയ ഭരണകൂടങ്ങൾക്കായുള്ള കരുക്കൾ ഇറാൻ നീക്കി. അതിന്റെ ഫലമായിരുന്നു ഹിസ്ബുള്ളയും ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളുമൊക്കെ. ഇപ്പോൾ ഇറാഖിലുള്ള ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടന ഇറാന്റെ ഉൽപ്പന്നമാണ്. അമേരിക്ക ആക്രമിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത്. അതൊരു ചരിത്രപരമായി തിരിച്ചറിയുന്നു. ഇവിടെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ, നിലപാടെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇസ്രായേലിനൊപ്പം ചേർന്ന് നിന്ന് ആ പഴയ ചതിയെ, ആ പഴയ വൈര്യം അത് തീർക്കേണ്ടിയിരിക്കുന്നു. കാരണം യഥാർത്ഥ ശത്രുക്കൾ അമേരിക്കയും ഇറാനും അവർ തമ്മിലാണ്. അവരുടെ ഉള്ളിലുള്ള ഗ്രഡ്ജ് അത് അപാരമാണ്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഇസ്രായേലാണ്. അവർക്ക് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇസ്രായേൽ, അവരുടെ ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ കാലം അല്ലെങ്കിൽ ചരിത്രം സാക്ഷിയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരമൊരു യുദ്ധ നീക്കം നടത്തുന്നത്, എന്തുകൊണ്ടാണ് ഇറാൻ പരിഭ്രമിക്കുന്നത്. മറ്റനേക ചരിത്രങ്ങളുണ്ട്. 1990-കൾക്ക് ശേഷം ഇസ്രായേൽ, സദാം ഹുസൈന്റെ ഒക്കെ കാലം കഴിഞ്ഞ് 2000-ന് ശേഷം ഇസ്രായേൽ എത്രയോ ആണവ ശാസ്ത്രജ്ഞരെ, നമ്മൾ ഒരു ഒറ്റ ആണവ ശാസ്ത്രജ്ഞന്റെ കാര്യം മാത്രമേ 2020-ലെ പറയുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നോക്കം നോക്കിയാൽ 2020 മുതൽ ഇറാൻ നടത്തിയ ആണവ പരീക്ഷണങ്ങള്, ഓരോ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴും അതിന്റെ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു, യുദ്ധ വിദഗ്ധർ കൊല്ലപ്പെടുന്നു. ഇസ്ലാമിസ്റ്റ് റെവല്യൂഷണറി ഗാർഡിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. ഇതൊക്കെ മൊസാദ് ഓപ്പറേഷനുകളാണ്. അപ്പോഴൊന്നും ഇറാന് തിരിച്ചടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല, തിരിച്ചടിക്കാനുള്ള യാതൊരുവിധ പോംവഴിയും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴൊക്കെ അമേരിക്കയുടെ ശക്തമായ എന്തിനേറെ പറയുന്നു, അവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റൈസി കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആയിരിക്കാമെന്ന അവകാശവാദം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അവർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത്. അതെ, ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഭയക്കുന്നത് മറ്റൊന്നാവാം. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താ? കൗണ്ട് ഡൗൺ തുടങ്ങി. കൗണ്ട് ഡൗൺ ക്ലോക്ക് ഇപ്പൊ ഇസ്രായേൽ വെച്ച് കഴിഞ്ഞു. ആ കൗണ്ട് ഡൗൺ എപ്പോഴാണ്, സമയവും തീയതിയും മാത്രമേ കുറിക്കാനുള്ളൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. അതെന്തായാലും ശത്രുവിനോട് പറഞ്ഞിട്ടായിരിക്കില്ല. പക്ഷെ ഇസ്രായേലിന് ഒരു രീതിയുണ്ട്. ശത്രുവിനെ ആക്രമിക്കുന്നതിന് മുൻപ് ഒരു 5 നിമിഷം മുൻപെങ്കിലും ശത്രുവിനൊരു മുന്നറിയിപ്പ് നൽകും. അത് മ്യൂണിച്ച് കൊലപാതകം മുതൽ നമ്മൾ കാണുന്നതാണ്. മ്യൂണിച്ച് അവരുടെ കായിക താരങ്ങളെ ക്രൂരമായി വേട്ടയാടിയ തീവ്രവാദികളെ കൊല്ലാനായി ബെയ്റൂത്തിലേക്ക് അന്ന് ഇസ്രായേൽ സേന കടന്നു കയറുന്നു. ഇസ്രായേൽ സേന കടന്നു കയറി അന്ന് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ 3 കൊടും തീവ്രവാദികൾ അന്ന് ബെയ്റൂത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അവര് താമസിക്കുന്ന വീടിന് മുന്നിൽ ഇവർ റീത്ത് വെച്ചു. ആ റീത്തിൽ എഴുതിയിരുന്നു, ഞങ്ങൾ ക്ഷമിക്കില്ല, പൊറുക്കില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓരോരുത്തർ കൊല്ലപ്പെടുന്നു. അവര് എത്ര പ്രാണരക്ഷാർത്ഥം ഓടിയാലും നമ്മൾ സിനിമകളിൽ കാണുന്ന തലത്തിൽ മൊസാദിന്റെ ചാരന്മാർ അവിടെ എത്തി. അവരെ കൃത്യമായി പറഞ്ഞ ഒരു വേട്ടക്കാരുടെ രീതി, ഇരയെ ഓടിച്ചിട്ട് ഒരു വിനോദം പോലെയാണ് ഇസ്രായേൽ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൗണ്ട് ഡൗൺ ക്ലോക്ക്, ഈ തിരിച്ചു വെച്ചിരിക്കുന്ന കൗണ്ട് ഡൗൺ ക്ലോക്കിൽ നമുക്ക് ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ സംശയം.
ആദ്യം ഇസ്രായേൽ ആക്രമിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണോ അതോ ഖമേനിയെ തന്നെയാണോ? ഇതിൽ മാത്രമേ ഒരു സംശയം നിൽക്കൂ. അതിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് ആണവ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ എണ്ണ സംഭരണശാലകളുണ്ട്, ഇവരുടെ സാമ്പത്തിക സ്രോതസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ മറുഭാഗത്ത് പ്രധാനപ്പെട്ട നേതാവ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഖമേനി എങ്ങോട്ടോ ഓടി ഒളിച്ചിരിക്കുന്നത്. എവിടെയോ ഒളിച്ചിരുന്നാണ് ഈ പ്ലാനുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അല്ല, ഭയം അത് വല്ലാണ്ട് അവരെ വേട്ടയാടുന്നുണ്ട്. കാരണം അവരുടെ അഭിപ്രായ പ്രകടനങ്ങളില് അവരുടെ അതിൽ പ്രകടമായ ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. ഇപ്പോ ടൈംസ് ഓഫ് ഇസ്രായേൽ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്തൊരു വീഡിയോ കാണുകയുണ്ടായി. നിലവിൽ ഇറാന്റെ ഡെപ്യൂട്ടി ചീഫ് പറയുന്നതാണ് ഈ ഒരു ആക്രമണത്തിന് ഞങ്ങൾ ഉറപ്പായും തിരിച്ചടിക്കും. വളരെ സാവധാനം ഒരു പേസിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കുന്ന ഘട്ടത്തിൽ വിയർത്തൊലിക്കുകയാണ്. അല്ല, അത് ഭയപ്പാട് കൊണ്ടും ഹിസ്ബുള്ളയുടെ അതെ ഉപനേതാവ് അതെ 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 വളരെ ഭയപ്പാടോടുകൂടി വിയർത്തൊലിക്കുകയാണ്. എന്ത് പറയണം, പറയുന്നതനുസരിച്ച് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്, വിയർപ്പ് ഒപ്പിയെടുക്കുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങൾ വളരെ ആ രീതിയിലേക്കാണ് കാര്യം. തിരിച്ചടിക്കുമെന്ന് പറയുന്നതിന് പോലും ഇത്രയധികം ഭയപ്പാടാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതിൽ ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിന്റെ കരുത്ത് അവരുടെ മിസൈലുകളിൽ തന്നെയാണ്. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ നിർമ്മാണ യൂണിറ്റുകളുള്ള ഒരു രാജ്യമാണ്. ഒരു കുഞ്ഞൻ രാജ്യമാണ്, പ്രത്യേകിച്ച് ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷെ അവർക്ക് വലിയ തോതിൽ ആയുധ നിർമ്മാണ ഫാക്ടറികളുണ്ട്. മിസൈലുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. മുമ്പ് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെ ആയിരുന്നു അവർ കൂടുതൽ മിസൈലിന്റെ ഘടകങ്ങൾ അവരുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അസംബ്ലി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത്തരം ഘടകങ്ങൾ ഉൾപ്പെടെ അവിടെ നിർമ്മിക്കുന്നുണ്ട്. ദീർഘദൂര മിസൈലുകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൽ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1800 കിലോമീറ്ററേ ഉള്ളൂ. യമനും ഇസ്രായേലും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് 2200 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ യമനിലെത്തി അവർ ആക്രമണം നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. യമനും ഇതുപോലെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളുള്ള ഒരു സംവിധാനം ആണ് ഹൂതികൾക്ക് യമനിലുള്ളത്. എന്നിട്ടും അവിടെ ചെന്ന് ആ പോർവിമാനങ്ങൾ കൊണ്ട് ബോംബിട്ട് തകർത്ത് തിരിച്ചു വരുന്ന ഇസ്രായേലിനെ കണ്ടത്. ഇസ്രായേലിന്റെ ഒരു രീതി നോക്കിയാൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേർക്കുള്ള ആക്രമണം, ഹമാസിന് നേർക്കുള്ള ആക്രമണം, അവർ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഇറാഖിലെ ഇസ്ലാമിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊക്കെ പ്രിസിഷൻ മിസൈലുകൾ ഉപയോഗിച്ചല്ല അവർ ആക്രമിക്കുന്നത്. ബോംബുകൾ ഇടുകയാണ്. അവരുടെ പോർവിമാനങ്ങൾ എത്തി ബോംബുകൾ ഇടുക. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉള്ളത് ഒരു രാജ്യം ഇപ്പോൾ ഇസ്രായേലാണ്. ചാരവിമാനങ്ങളായി അവർക്ക് ഈ ഡ്രോണുകൾ ഉപയോഗിക്കാൻ കഴിയും. ഒരൊറ്റ വഴി ഏകദേശം 5000 കിലോമീറ്റർ വരെ ഈ ഡ്രോണുകൾ യാത്ര ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ ഇറാനിൽ കൊണ്ടുപോയി ബോംബിടാൻ അവർക്ക് ആളില്ലാ വിമാനങ്ങൾ ഒരുപാടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. അവർക്ക് 3 തലങ്ങളിലുള്ള പ്രതിരോധ സംവിധാനമുണ്ട്. ഒന്ന്, അവരുടെ ഏറ്റവും മികവുറ്റ ആരോ പ്രതിരോധ സംവിധാനം. അതില് 2400 കിലോമീറ്റർ അകലെ നിന്ന് തൊടുക്കുന്ന ശത്രുവിന്റെ മിസൈലിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന മിസൈലുകൾ 100 കിലോമീറ്റർ ദൂരത്തിലോ 70 കിലോമീറ്റർ ദൂരത്തിലോ 15 കിലോമീറ്റർ ദൂരത്തിലോ അവർക്ക് തകർത്തെറിയാൻ കഴിയും. പിന്നെ അയണ്ടോ? ഈ സംവിധാനങ്ങൾ ഇത്ര ഫലപ്രദമായി ഇറാൻ ഇല്ല. ഇതിനിടയിൽ തന്നെ ഒരു ഡേവിഡ് സ്ലിംഗ് ഉണ്ട്. അതും ഇതിന്റെ ഒരു രണ്ടാമനായിട്ട് പറയാൻ സാധിക്കും ഇസ്രായേലിന്. അതെ അതെ. അപ്പൊ ഇതിനെ മറികടന്ന് ഒരു കാരണവശാലും ഒരു ആയുധം ഇങ്ങോട്ടേക്ക് വരില്ല, ഒരു മിസൈലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യം. അല്ല, അത്തരമൊരു പരീക്ഷണമാണ് പണ്ട് ഹമാസ് നടത്തിയ 640 മിസൈലുകൾ ഒറ്റയടിക്ക് തുരുതുര വിട്ടുകൊണ്ട്. പക്ഷെ അതിൽ 2 ഘടകങ്ങളാണ്. അന്ന് ഇസ്രായേലിന് മുഴുവൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഒരു മിസൈലിനെ പ്രതിരോധിക്കാനുള്ള മിസൈൽ അയക്കണമെങ്കിൽ തന്നെ $50,000 വേണമെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരൊറ്റ റൗണ്ടിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് അയൺ ഡോമിന് ഏകദേശം 1200ഓളം പ്രതിരോധ സംവിധാനമാണ് പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു മിസൈലിനെ ടാർഗറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന് പുറകെ ആയിട്ട് ഒരു 3 മിസൈലെങ്കിലും വിടേണ്ടതായിട്ടുണ്ട്. കാര്യം കൃത്യത കൂടുതൽ ഉറപ്പുവരുത്താൻ, പ്രിസിഷൻ കൂടുതൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവര് അത്രയധികം കൃത്യതയോടുകൂടി ചെയ്യുന്നത്. അതിനിടയിൽ ചില സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചതാണ്. ഈ മിസൈൽ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ ചെറിയ ഷെല്ലുകൾ, ഷാർപ്നലൊക്കെ തന്നെ തെറിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലായി. ആ ഷെല്ലുകൾ വീണത് ഇന്നലെ അമേരിക്കൻ ഇന്റർസെപ്റ്റേഴ്സ് അയച്ച ഈ കൗണ്ടർ മിസൈലുകൾ കൊണ്ട് ഇറാൻ അയച്ച മിസൈലുകളെ തകർത്തപ്പോൾ അതിന്റെ ഷെല്ലുകൾ വീണത് ഇറാൻ മണ്ണിൽ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ജോർദാനിലും ഇറാനിലൊക്കെയാണ് വീഴുന്നത്. ജോർദാൻ തങ്ങളുടെ എയർ സ്പേസിൽ വെച്ച് എത്ര വേണമെങ്കിലും ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് ആ മിസൈലുകളെ തകർക്കാൻ അമേരിക്കയ്ക്ക് അനുമതി കൊടുത്തു. പഴയ ജോർദാൻ അല്ല ഇപ്പോൾ, പഴയ സിറിയ അല്ല ഇപ്പോഴും. അവരൊക്കെ ദുർബലമായിരിക്കുന്നു. അമേരിക്കൻ ശക്തി അവരൊക്കെ തിരിച്ചറിഞ്ഞാണ്. കാരണം ഇറാന് മുന്നിൽ അവർ ഇക്കുറി യാതൊരു വിധത്തിലും ഇറാൻ അനുകൂല നിലപാട് ജോർദാനോ സിറിയയോ ഒന്നും കൈക്കൊള്ളില്ല.
ലെബനിലെ ഈ ഹൂതികളുടെ ലെബനിലെ ഈ ഹിസ്ബുള്ളയുടെ ചെറിയ ഒരു സഹായം കൊണ്ടൊന്നും ഇറാൻ ഓടിത്തീരില്ല. പക്ഷെ എന്നിരുന്നാലും ഇറാൻ പ്രയോഗിച്ച മറ്റൊരു മാർഗം, ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ചേർന്നെടുത്ത തീരുമാനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വിഷയമുണ്ട്. അതായത് 100 കണക്കിന് മിസൈലുകൾ അയച്ചിട്ടും ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. IDF അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ 7 പേർ കഴിഞ്ഞ ദിവസം വെടിവെപ്പ് ഭീകരവേട്ട. അത് ഇതിന്റെ ഒരു 16ഓളം പേര് പരിക്കേറ്റ് അത് അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗം. പണ്ട് ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയല്ല ഒക്ടോബർ 7-ന് ബന്ദികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഇസ്രായേൽ നടത്തിയ വളരെ ക്രൂരമായ. നിലവിൽ IDF അതിന്റെ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. 2 ചെറുപ്പക്കാരാണ്, തോക്കുധാരികളായിട്ടുള്ള 2 ചെറുപ്പക്കാരാണ് ആ ഒരു ചാവേറുകളാകുന്ന ഇത്തരം ഭീകരന്മാർ തന്നെയാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ശക്തി. ഇറാനുമായുള്ള ഒരു യുദ്ധം ഒരു മുഴുവൻ തലത്തിലേക്ക് വ്യാപിച്ചാൽ പല നേട്ടങ്ങളുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. കാരണം അവർക്ക് അവരുടെ പഴയ ഇറാഖിലെ താവളങ്ങൾ ഉപയോഗിക്കാം, ഇപ്പോൾ നിലവിലുള്ള താവളങ്ങൾ ഉപയോഗിക്കാം, സിറിയയിലെ താവളങ്ങൾ ഉപയോഗിക്കാം. കടൽ മാർഗം യുദ്ധം ചെയ്യാൻ വലിയ സന്നാഹങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് യുദ്ധവാഹിനി കപ്പലുകളില്ല, കടൽ യുദ്ധത്തിന് വലിയ സംവിധാനങ്ങളില്ല. പക്ഷെ അത് അമേരിക്ക നൽകുക. അമേരിക്ക ഇപ്പോൾ തന്നെ അത് വ്യക്തമാക്കി. 40,000 സൈനികർക്ക് പുറമെ മറ്റൊരു 40,000 സൈനികരെ കൂടി അയക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ അമേരിക്ക. അതുപോലെ വാർഷിപ്പ് ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. എബ്രഹാം ലിങ്കണൊക്കെ വരുന്ന ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ജൂതന്റെ ശക്തി ഒരു കുഞ്ഞൻ രാജ്യമല്ലേ യുക്രൈൻ. റഷ്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ജൂത നേതാവല്ലേ വ്ളാദിമിർ സെലൻസ്കി എന്ന് പറയുന്ന ഒരു ജൂതനാണ് റഷ്യയെ ഇപ്പോൾ വിരട്ടി തന്റെ ഉള്ളംകൈയിൽ നിർത്തി അമ്മാനമാടുന്നത്. അതാണ് ജൂതന്റെ ഒരു ശക്തി. അമേരിക്ക പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ്, ലോക വാണിജ്യം നിയന്ത്രിക്കുന്നവരാണ്, ലോകത്തിന്റെ സാമ്പത്തിക തലങ്ങൾ നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ്. സോഷ്യൽ മീഡിയയിൽ അവരുടെ കൈകടത്തലുണ്ട്. എല്ലാം ജൂതന്മാരുടെ ഒരു ശക്തി നിസ്സാരമായി കാണത്തില്ല. അപ്പൊ അമേരിക്കയുടെ നയപരമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ ജൂതന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പൊ നമ്മൾ എത്രയോ അമേരിക്കൻ നേതാക്കളെ കുറിച്ച് സംസാരിക്കുന്നു. ബ്ലിങ്കനെ പോലുള്ള അമേരിക്കൻ നേതാക്കൾ ജൂതനാണ്. അപ്പൊ ജൂതൻ എല്ലായിടത്തും ഉണ്ട്. അവർ ഒഴിച്ചുകൂടാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഭയപ്പെടുന്നത്. അവരുടെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ പ്രവർത്തിക്കുന്നവർ ഇനി ജൂതന്മാരുടെ മൊസാദിന്റെ ചാരന്മാരാണോ എന്ന ഭയം അവർക്കും ഉണ്ട്. തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഒരു മത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ കടക്കുന്നത്. ഒപ്പം തന്നെ ഈ അതില് മതപരമായ ഒരു പിന്തുണ ഇറാന് ലഭിക്കില്ല. അതിന്റെ കാരണം ഇറാൻ ചെയ്തു കൂട്ടിയതൊക്കെ സുന്നി വിഭാഗത്തെ അത്രമേൽ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം യമനിൽ സുന്നി വിഭാഗം ഭരിച്ചിരുന്ന, സുന്നി വിഭാഗത്തിന് അധികാരത്തിലിരുന്ന യമൻ ഇത്രയേറെ തകർത്ത് അവിടെ ഹൂതികളെ ആയുധങ്ങളും പണവും ഒക്കെ കൊടുത്ത് വളർത്തി ആ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഇറാനാണ്. ജനങ്ങളുടെ പിന്തുണ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടും. ഇസ്രായേലിനുണ്ട്. ഇനി ഇറാനുള്ളിൽ തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഹസൻ നസ്രുള്ളയെ വധിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും ആഘോഷപ്രകടനം, സിറിയയിൽ ഉൾപ്പെടെ ലെബനിൽ പോലും ആഘോഷം നടന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഈ ഷിയ സുന്നി വിഭാഗങ്ങളുടെ ഒരു പരസ്പര സ്പർദ്ധയും സ്പോരും ഒക്കെ ഇസ്രായേലിന് അനുകൂലമാണ്. ഏപ്രിൽ മാസം അന്ന് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇസ്രായേൽ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായി ഒത്തുപോകാൻ. പിന്നീട് സൗദി അറേബ്യയുമായും UAE മിക്ക രാജ്യങ്ങളുമായും എന്തിനേറെ ഇവരെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഖത്തറുമായി പോലും കൂടുതൽ അടുപ്പത്തിന് ആ ആക്രമണം കാരണമായി. കാരണം ഇസ്രായേലിനോട് ചേർത്ത് നിൽക്കുക എന്നത് തന്നെയാണ് സൗദിയുടെ ആഗ്രഹം. സൗദിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയ ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാനാണ്. സൗദിയുടെ ഏറ്റവും വലിയ ശത്രു ഇറാനാണ്. ഏതെങ്കിലും ഒരു തലത്തിൽ സൗദി ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെയും ഷിയ ഭരണകൂടം കൊണ്ടുവരണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഇറാനുള്ളത്. ഇപ്പൊ ചുരുക്കത്തിൽ ആയത്തുള്ള ഖമേനിയുടെ എല്ലാ പദ്ധതികളും പൊളിയുകയാണ് നമ്മുടെ മുന്നിൽ. അതാണ് ഇപ്പോൾ ഇറാന് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ ജപ്പാൻ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും ഇന്നലെ വരെ ഇസ്രായേലിനെ പിന്നോട്ട് നിൽക്കണം അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ എല്ലാവരും ഇപ്പൊ പറയുന്നത് ഇറാൻ അവസാനിപ്പിക്കണം, ശക്തമായ താക്കീതാണ്, നിർത്തിയേക്കണം, ഇങ്ങനെയുള്ള കടുംവെട്ട് തന്നെയാണ് എല്ലാവരും നൽകുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനൊപ്പം അണിനിരന്നു കഴിഞ്ഞാൽ ഇനിയൊരു യുദ്ധത്തിലേക്ക് ഇറാൻ മുന്നോട്ട് പോയി. എന്തായിരുന്നാലും ഇതിനൊരു തിരിച്ചടി ഇസ്രായേൽ കൊടുത്തിരിക്കും. അത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ. ആണവ നിലയങ്ങൾ തകർക്കുന്നതാണ്. അത് ചിലപ്പോൾ അമേരിക്കയ്ക്കും താല്പര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതാണ് രണ്ടായിരുന്നാലും നേട്ടം തന്നെയാണ്.
അമേരിക്കയെ സംബന്ധിച്ച് ഇത് രണ്ടായിരുന്നാലും വളരെ വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഇസ്രയേൽ, നമ്മൾ ഇന്ന് രാവിലെ മുതൽ പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ തുടങ്ങി ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടും. ഇസ്രയേൽ കോപാകുലരായി അതിശക്തമായ ആക്രമണം ഇപ്പോൾ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്നത്. 2 ഡസൻ ഗ്രാമങ്ങളിലുള്ളവരോട് ആ പ്രദേശം വിട്ടുപോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടു ജനങ്ങളോട്. ജനങ്ങൾ ഒഴിഞ്ഞു പോയതിന് തൊട്ടു പിന്നാലെ ഈ ഭൂഗർഭ അറയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം സ്ഫോടനങ്ങൾ കൊണ്ട് തകർക്കുന്ന ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നുണ്ട് നിലയ്ക്കാത്ത രീതിയിലുള്ള സൈറനുകളാണ് അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ആക്രമിച്ചതിന്റെ പേരിൽ ഇസ്രായേലിനെ ആക്രമിച്ച ഇറാൻ നോക്കി നിൽക്കെ ഹിസ്ബുള്ളയെ ചുട്ടരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഒരു ലൈസൻസ് ആയി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇങ്ങനെ ഒരു ആക്രമണങ്ങൾ വന്നപ്പോ ഇനിയിപ്പോ എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് ഇവിടെ ഇനി ഇസ്രായേലിനോട് അടങ്ങാൻ ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഇറാൻ കയറി അടിച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ വരെ ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ അമേരിക്കയാണ് ഇന്ന് ആയുധങ്ങളുമായി വന്നിരിക്കുന്നത്. അല്ല, അമേരിക്കയിൽ ഒരു രാഷ്ട്രീയ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ട്രംപ് നല്ലൊരു ആയുധമാക്കി മാറ്റുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ. എന്നിരുന്നാൽ പോലും ഇതിനു മുൻപ് ട്രംപ് ആയിരുന്നപ്പോഴായിരുന്നാലും ജോ ബൈഡൻ എത്തിയതിനു ശേഷം അതുപോലെ കമലാ ഹാരിസും ഒക്കെ ഇസ്രായേലുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 21 ഇതിന് മുൻപ് നടന്ന ഇതിലായിരുന്നാലും ട്രംപ് ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായ ഒരു കാര്യം അവർ മാറ്റുമെങ്കിൽ പോലും ഇതിനെ അനുകൂലിച്ച് തന്നെയാണ് അമേരിക്കൻ ജനതയും അമേരിക്കൻ ഭരണകൂടവും നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ആക്രമണം ഒന്നിനൊന്നിനെ കടുപ്പിക്കുക തന്നെയാണ് ഇരു രാജ്യങ്ങൾ എന്ന് പറയുന്നില്ല ഇസ്രായേൽ. ഇറാന്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ളത് നമുക്ക് ഉദ്യോഗജനകമായി ലോകം നോക്കി നിൽക്കുന്നു. എന്തായാലും വലിയ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നത്. വളരെ നന്ദി.